ഹായ് ഓൾ, വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മളൊരു സി പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സി പ്രോഗ്രാം ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ആൻ ഇന്റിജർ. ഒരു ഇന്റിജർ നമ്പറിലെ ഡിജിറ്റ്സിന്റെ കൗണ്ട് റിട്ടേൺ ചെയ്യാനാണ്, അതിന്റെ ഒരു സി പ്രോഗ്രാം എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊരു ഡിജിറ്റ് എന്താന്ന് നോക്കാം. ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ 0, 1, 2, 3 ഇത് ഓരോന്നിനും അപ് ടു 9 ഇതിൽ ഓരോന്നിനെയും നമ്മൾ പറയുന്നതാണ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് നമുക്കൊരു ഇന്റിജർ നമ്പർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നുള്ള കൗണ്ട്, അതിന്റെ എണ്ണം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നുള്ളത് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളൊരു യൂസർ ഇപ്പൊ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിലെ ഡിജിറ്റിന്റെ എണ്ണം റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 5 എന്ന് പറയുന്നൊരു ഡിജിറ്റ്, 2 എന്ന് പറയുന്നൊരു ഡിജിറ്റ്, 9 എന്ന് പറഞ്ഞൊരു ഡിജിറ്റ്. അപ്പൊ മൊത്തം നമുക്ക് എത്രയാണ്? 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ നമ്പറാണ് യൂസർ എൻ്റർ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എത്രയാണ്? 3 എന്നാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ ഇന്റിജർ എന്നായിരിക്കില്ല, ക്വസ്റ്റ്യനിൽ നമ്പർ എന്നായിരിക്കും തന്നേക്കുന്നത്. ഓക്കെ, സി പ്രോഗ്രാം ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ നമ്പർ എന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. ഇന്റിജർ നമ്പേഴ്സും വരാം, ഫ്ലോട്ടിംഗ് നമ്പേഴ്സും വരാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇന്റിജറിന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പക്ഷെ നമ്പറിന് ക്വസ്റ്റ്യനുകൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇന്റിജറിന്റെ പ്രോഗ്രാം എഴുതിയാൽ മതി. നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ പ്രോഗ്രാം ലേറ്റർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ പണ്ട് മാത്സിലൊക്കെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ഈ 529 ആണ്. ഓക്കെ, ഇതിന് നമ്മൾ 529 എന്നാണോ വായിക്കുന്നത്, 529 എന്നാണോ വായിക്കുന്നത്? നമ്മൾ ഈ 529 എന്നാണ് വായിക്കുന്നത്. കാര്യം എന്താണ്? നമ്മളിവിടെ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തില് നമ്മളൊരു നമ്പറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇത് ഓരോന്ന് ഈ പൊസിഷന്റെ വാല്യൂസ് ആണ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും ഒറ്റയുടെ സ്ഥാനം, 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം, അങ്ങനെ. അപ്പൊ നമുക്ക് ഈ 529 ഇത് ഓരോന്നും ഓരോ ഡിജിറ്റ് ആണ്. ഓക്കെ, ഇതിനിപ്പോ ഒരു വാല്യൂ ഇല്ല, പക്ഷെ നമ്മൾ ഇതിന് 529 എന്ന് വായിക്കുന്ന എപ്പോഴാണ്? കറസ്പോണ്ടിങ് ഡിജിറ്റിനെ അതിന്റെ പൊസിഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിന് 529 വായിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ 5ന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ എത്രയാ? 10 സ്ക്വയർ. 10 സ്ക്വയർ മീൻസ് 100 പ്ലസ് 2 into 10 raised to 1. 10 plus 9 into 10 raised to 0 എന്ന് പറയുന്നത് 1. 9. ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലി 529 കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ കോഡ് എഴുതുന്നത്. ഇനി ഈ 529നെ തന്നെ 52 into 10 plus 9 എന്ന് എഴുതാം, അല്ലെ? 52 into 10 plus 9. ഓക്കെ, നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഓരോ ഡിജിറ്റ്സിനെയും ഓരോ വട്ടം മാറ്റണം. അപ്പൊ ഓരോ ഡിജിറ്റ്സിനെയും നമ്മൾ എടുത്ത് കളയുന്ന അനുസരിച്ച് നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കാണും. ആദ്യം നമ്മൾ കൗണ്ടിന് 0 ആക്കി വെക്കും. എന്നിട്ട് ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ ഇതിനകത്ത് ഓരോ ഡിജിറ്റിനെ എടുത്ത് മാറ്റുന്ന അനുസരിച്ച് ഈ കൗണ്ടിന്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഡിജിറ്റ്സിനെ പിടിച്ച് മാറ്റുന്നത് നമ്മുടെ റൈറ്റ് മോസ്റ്റിനായിരിക്കും, ഏറ്റവും വലത് ഭാഗത്തായിരിക്കും. കാര്യം ഇതിനെ മാറ്റാനാണ് നമുക്ക് എളുപ്പം. കാര്യം ഇതാണ് നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വലത്തെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഓരോ ഡിജിറ്റിനെ പിടിച്ച് മാറ്റുന്നത്. അപ്പൊ പിടിച്ച് മാറ്റുന്നതനുസരിച്ച് നമ്മുടെ കൗണ്ടിന്റെ വാല്യൂ നമ്മൾ കൂട്ടിക്കൊടുത്തോണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ 529 നമുക്ക് 52 into 10 plus 9 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ 9നെ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്ന് പറയുന്നത് 529നോട് ഈക്വൽ ആണ്. നമുക്ക് ഈ 529നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 529 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും 52.9 അല്ലേ. പക്ഷെ നമ്മളിവിടെ നമ്മൾ മാത്സ് അല്ല, ഇത് സി പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇന്റ് ആണ്.
ഇതെന്ന് പറയുന്നത് ഇഞ്ചാണ്. ഇഞ്ച് ബൈ ഇഞ്ച് ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നതും ഇഞ്ചിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്റിജർ വാല്യൂ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നതും ഇന്റിൽ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇന്റിജർ വാല്യൂ ഇപ്പം ഇതിന് നമ്മൾ ഇന്റിജർ വാല്യൂവിനെ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് 52 9നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 52 ആണ്. നമ്മളുടെ 9 ഇവിടെ പോയി, 9 ഇവിടെ റിമൈൻഡർ ആയിട്ട് അങ്ങ് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് 529നെ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് 52 കിട്ടി. നമ്മളുടെ ഈ 9 അങ്ങ് റിമൈൻഡർ ആയിട്ട് പോയി. നമുക്ക് ഓരോ ഡിജിറ്റിന്റെ അടുത്ത് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് നമുക്ക് കൗണ്ടിന്റെ വാല്യൂ കൂട്ടി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് 9നെ എടുത്ത് കളഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടിന്റെ വാല്യൂ ഇപ്പൊ 1 ആയി. ഇത് നമ്മളുടെ നമ്പറിന് 52 ആണ്. ഓക്കെ, നമുക്ക് 52നെ നമുക്ക് എങ്ങനെ എഴുതാം? 52 എന്ന് പറയുന്നത് 5 × 10 + 2 ആണ്. നമുക്ക് ഇനി കളയേണ്ട ഡിജിറ്റ് ആരാണ്? 2 ആണ്. അപ്പൊ നമ്മൾ ആ 2നെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളതിനെ എങ്ങനെ എഴുതുക? അപ്പൊ 5 × 10 + 2 ആണ് 52. അപ്പൊ നമുക്ക് ഈ 2നെ കളയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 52നെ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ആയിരിക്കും കിട്ടുന്നത്. റിമൈൻഡർ ആയിട്ട് 2 അങ്ങ് പോകും. നമുക്ക് 5 കിട്ടത്തുള്ളൂ, 2 അങ്ങ് റിമൈൻഡർ ആയിട്ട് പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളപ്പോ 2നെയും കളഞ്ഞു. അപ്പൊ നമ്മളുടെ കൗണ്ട് എത്ര കൂടി? കൗണ്ട് എന്ന് പറയുന്നത് 2 ആയി. ഇനി നമുക്കുള്ള നമ്പർ ആരാ? 5 ആണ്. നമ്മൾ ഈ 5നെ നമുക്ക് ഈ 5നെയും കൂടി വേണം. അപ്പൊ നമുക്ക് ഈ 5ന്റെ കൗണ്ട് കൂടി വേണം. നമുക്ക് ഈ 5നെയും കൂടി റിമൈൻഡറിലാക്കി കളയണം, എന്നാലും നമുക്ക് മൊത്തം കൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 9നെ റിമൈൻഡറിലാക്കി കളഞ്ഞു, അപ്പൊ കൗണ്ട് 1 ആയി. 2നെ റിമൈൻഡറിലാക്കി കളഞ്ഞു, അപ്പൊ നമുക്ക് കൗണ്ട് 2 ആയി. നമുക്ക് 5നെ റിമൈൻഡറിലാക്കി കളയണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും 5നെ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എത്ര കിട്ടും? 0 കിട്ടും. 5 അങ്ങ് റിമൈൻഡറിൽ പോകും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ 3 ആയി. ഇപ്പൊ 0 ആയി. നമുക്ക് കൗണ്ട് 3 കിട്ടി. നമുക്ക് 3 നമ്പർ ആയിരുന്നുള്ളൂ, 3 ഡിജിറ്റ് ആയിരുന്നുള്ളത്. 3 കൗണ്ട് കിട്ടി. ആ കറക്റ്റ് നമുക്ക് കൗണ്ട് 3 ആയപ്പോ തന്നെ നമ്മളുടെ നമ്പർ ഇപ്പൊ ഇവിടെ 0 ആയി. അപ്പൊ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊന്ന് നോക്കാം. നമുക്കിവിടെ എന്തായാലും ഇന്റിജർ നമ്പർ വേണം. കാര്യം യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ നമ്പറിനെ ആയിരിക്കും നമ്മൾ, ആ നമ്പറിലെ കൗണ്ട്സിനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇന്റിജർ നമ്പറിനെ സ്റ്റോർ ചെയ്യണം. നമുക്ക് അതിനെന്താണ് അതിന്റെ ഡേറ്റ ടൈപ്പ് ഓൾറെഡി നമുക്കറിയാം. ഇന്റിജർ നമ്പറാണ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പൊ യൂസർ എൻ്റർ ചെയ്യുന്ന ആ നമ്പറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. ആ നം വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ വേണം. കാരണം നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും നമ്മളുടെ ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും. അപ്പൊ നമുക്ക് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു വേരിയബിൾ വേണം. പക്ഷെ ഇവിടെ നമ്മൾ ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. കാര്യം നമ്മൾ പറഞ്ഞു ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു മെമ്മറി ലൊക്കേഷന് നെയിം കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു വാല്യൂ ചിലപ്പോൾ കിടപ്പം കാണും. ഈ ഒരു മെമ്മറി ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു വാല്യൂ കിടപ്പം കാണും. അപ്പൊ ഞാൻ ഇപ്പൊ കൗണ്ടിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല, നേരെ പോയി ഓരോ ഡിജിറ്റിനെ എടുത്ത് മാറ്റുമ്പോഴും ഞാൻ കൗണ്ടിനെ പ്ലസ് ചെയ്യുക, കൗണ്ടിനെ ഒന്ന് കൂട്ടുക. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കൗണ്ടിനെ 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വാല്യൂ ആണോ കിടക്കുന്നത് ആ വാല്യൂനെ പിടിച്ചായിരിക്കും ഞാൻ ഇവിടെ പ്ലസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് ആയിരിക്കില്ല വരുന്നത്, അവിടെ വേറെ അൺഎക്സ്പെക്ടഡ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂനെ 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ 0 ഇനിഷ്യലൈസ് ചെയ്യാതെ നിങ്ങൾ കൗണ്ടിനെ ഓരോ ഡിജിറ്റിനെ എടുത്ത് മാറ്റുമ്പോഴും കൂട്ടാൻ പോയി കൂട്ടിക്കഴിഞ്ഞാൽ മെമ്മറിയിൽ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ആയിരിക്കും ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ കൗണ്ടിനെ നമ്മൾ 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. അങ്ങനെ ഇനിഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കൗണ്ട് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ 0 വന്ന് കിടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 2 വേരിയബിൾസ് വേണം മനസ്സിലായി. ഒന്ന് നമ്പർ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ ഒരു നം എന്ന് പറഞ്ഞ വേരിയബിളും,
പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കൗണ്ട് കൊടുക്കാൻ വേണ്ടി എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ട് എന്ന് പറയുന്നത് വേരിയബിൾ വേണമെന്ന് മനസ്സിലായി. നമുക്കിനി ഇവിടെ എന്ത് വേണം? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താൽ നമ്മൾ ഇവിടെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. നമ്മൾ എൻറ്റർ ചെയ്ത നമ്പറിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിവിഷൻ ബൈ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു ലൂപ്പ് വേണമെന്ന് മനസ്സിലായി അല്ലേ? നമുക്ക് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്കിപ്പം എക്സാമ്പിൾ നമ്മൾ 529 ആയിരുന്നു കൊടുത്തത്. ഈ 529 ലാസ്റ്റ് 0 ആകുന്നത് വരെ നമ്മൾ ഇങ്ങനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ എന്താണ് ഡിവിഷൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് ഇത് പെർഫോം ചെയ്യാനാണ് വേണ്ടിയിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇപ്പൊ ഇവിടെ നമ്മുടെ ഡിവിഷൻ ഓപ്പറേഷൻ നമ്മുടെ ലൂപ്പിലാണ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെന്താണ്? അപ്പൊ നമുക്ക് ലൂപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് മനസ്സിലായി. എന്നിട്ട് നമുക്ക് നമ്പറിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും നമ്മളുടെ ഇനി പുതിയ നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാര്യം ആദ്യം നമുക്ക് 529 ആയിരുന്നു. പിന്നെ അത് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളുടെ നമ്പർ 52 ആയി. പിന്നെ നമ്മൾ ഈ 52നെ പിന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളുടെ നമ്പർ 5 ആയി. പിന്നെ നമ്മൾ ഈ 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളുടെ നമ്പർ 0 ആയി. 0 ആയപ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ലൂപ്പ് വേണമെന്ന് മനസ്സിലായി. അപ്പൊ ലൂപ്പിന് നമുക്ക് നിർത്താൻ ഒരു കണ്ടീഷൻ വേണം. ആ നിർത്തുന്ന കണ്ടീഷൻ ഏതാണ്? നമ്മളുടെ നമ്പർ 0 ആയപ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് നമ്പർ 0 ആയപ്പം നമുക്ക് ആദ്യം നമ്മൾ 529നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ എന്താണ്? ആദ്യം നമ്മൾ ഇനിഷ്യലി നമുക്ക് കൗണ്ട് 0 ആയിരുന്നു. പിന്നെ നമുക്ക് ആ കൗണ്ട് 1 ആയി. നമ്മൾ 9നെ മാറ്റി കഴിഞ്ഞപ്പോ കൗണ്ട് 1 ആയി. പിന്നെ നമ്മൾ 2നെ മാറ്റി കഴിഞ്ഞപ്പോ കൗണ്ട് 2 ആയി. നമ്മൾ 5നെ നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് കൗണ്ട് 3 ആയി. കൗണ്ട് 3 ആയപ്പോ നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് 0 ആയി. അപ്പൊ നമുക്ക് ഇവിടെ ലൂപ്പിൽ നമുക്ക് നിർത്താനൊരു കണ്ടീഷൻ വേണം. ആ നിർത്തുന്ന കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. നമ്മളുടെ നമ്പർ 0 ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്ന് മനസ്സിലായി അല്ലെ? പിന്നെ നമ്മള് അപ്പൊ നമ്പറിനെ നമ്മൾ ഡിവിഷൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ചെയ്തു? കൗണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് കൗണ്ടിന്റെ വാല്യൂവിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നതും നമ്മുടെ എന്താണ് ലൂപ്പിനകത്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. നമ്മുടെ അതിനനുസരിച്ച് കൗണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതും ലൂപ്പിനകത്താണ് ചെയ്യുന്നത് മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഒരു ലോജിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി. ഇത്രയും പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഞാൻ ഇനി കാണിക്കുന്ന പ്രോഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി ഡയറക്റ്റ് സി പ്രോഗ്രാമിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇപ്പോൾ സി പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സി പ്രോഗ്രാമിൽ ഫസ്റ്റ് ലൈൻ ഞാൻ കമൻ്റാണ് കൊടുത്തേക്കുന്നത്. കമൻറ്റിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്നാണ് ഞാൻ ജസ്റ്റ് കൊടുത്തേക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കമൻറ്റ് കൊടുത്തേക്കുക. പിന്നെ എൻ്റെ ഹാഷ് ഇൻക്ലൂഡ് stdio.h. അത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പ്രിൻ്റ് സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഹെഡർ ഫയൽ stdio.h ഹെഡർ ഫയൽ എന്തായാലും ആഡ് ചെയ്യണം. സോ ഞാൻ ആ ലൈൻ കൊടുത്തു. ഇനി എൻ്റെ മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു. മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ഇവിടെ 2 ഇൻറ്റിജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്പറും പിന്നെ ഒന്ന് കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്പർ എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിളിലേക്കാണ് യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാര്യം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഒരു ഇൻറ്റിജർ നമ്പറിലെ എന്താണ് ഡിജിറ്റ്സിന്റെ കൗണ്ട് എടുക്കാനാണ്. അപ്പൊ നമുക്ക് ആ ഇൻറ്റിജർ നമ്പർ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു വേരിയബിൾ വേണം. അതാണ് നമ്മളുടെ ഇവിടെ നമ്പർ. ഇനി അടുത്ത കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്താണ് നമ്മൾ എത്ര ഡിജിറ്റ്സ് ഉണ്ട് കറസ്പോണ്ടിങ് നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലാണ്. അപ്പൊ നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ ആദ്യം നമ്മൾ 0 വെച്ചിട്ട് അങ്ങ് ഇനിഷ്യലൈസ് ചെയ്തേക്കുക. കാര്യം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാതെ കൗണ്ടിന്റെ വാല്യൂ എന്താണ് ഡിജിറ്റ്സിനനുസരിച്ച് ഇൻക്രിമെന്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്ടഡ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കാര്യം ആ മെമ്മറി ലൊക്കേഷനിൽ വല്ല ഗാർബേജ് വാല്യൂസ് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ
ആ മെമ്മറി ലൊക്കേഷനെ നമ്മൾ 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. ഇത് നിങ്ങൾ മറന്നു പോകരുത്. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനെ 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സ്ക്രീനിൽ നമുക്ക് യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രീനിൽ എൻ്റർ ആൻ ഇൻറ്റിജർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള കമാൻഡ് നമ്മൾ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തു. എൻ്റർ ആൻ ഇൻറ്റിജർ നമ്പർ എന്ന് കൊടുക്കും. അപ്പോൾ യൂസർ നമ്മളുടെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്താണ് മോണിറ്ററിൽ എൻ്റർ ആൻ ഇൻറ്റിജർ നമ്പർ എന്ന് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് യൂസർ ഒരു വാല്യൂ എൻ്റർ ചെയ്യും. അപ്പോൾ ആ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്മളുടെ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിവിടെ %d ഉപയോഗിച്ചേക്കുന്ന ഇൻറ്റിജർ നമ്പറിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് %d ആണ്. സോ നമ്മൾ സ്കാൻഎഫിൽ %d ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം, നമ്മുടെ ലൂപ്പിലേക്ക് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ നമ്പറിനെ എന്താണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച എക്സാമ്പിളിൽ ഇപ്പം നമുക്ക് 529 എക്സാമ്പിൾ. അപ്പം നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്ത് 0 എന്ന് വെച്ചു. നമ്മൾ യൂസർ എൻ്റർ ചെയ്തത് ഇപ്പോൾ 529 ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ലൂപ്പിലേക്ക് വരിക. അപ്പം നമ്മൾ ലൂപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഡിവിഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കണം. ആ ലൂപ്പ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, നമ്മളുടെ നമ്പർ 0 ആകുന്ന ഒരു കേസ് വരും. അപ്പം ആ കേസിലാണ് നമ്മൾ ഈ ലൂപ്പിനെ എൻഡ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ വൈൽ ലൂപ്പിൽ അതുകൊണ്ടാണ് നമ്മളുടെ വൈൽ ലൂപ്പിൽ നമ്മൾ നമ്പർ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു കേസ് കൊടുത്തേക്കുന്നത്. കാര്യം നമ്മൾ ലൂപ്പിനകത്ത് ഈ നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരിക. അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്പറിൽ 0 എന്ന് പറയുന്ന ഒരു വാല്യൂ വരും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ നമ്പറിലെ ഡിജിറ്റ്സിന്റെ കൗണ്ട് കിട്ടിക്കഴിയും. അപ്പോൾ നമുക്ക് നിർത്താം. അതുകൊണ്ടിട്ടാണ് നമ്മൾ വൈലിൽ നമ്പർ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി എന്ന് പറയുന്നത് നമ്പർ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്. കാരണം നമ്മളുടെ നമ്പറിൽ ഇപ്പൊ ഇരിക്കുന്ന വാല്യൂ 529 ആണ്. അപ്പൊ നമുക്ക് എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിനകത്തേക്ക് കയറും. ലൂപ്പിനകത്ത് നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ഡിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അവിടെ എന്താണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാര്യം നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തിനാ, നമുക്ക് ഓരോ ഡിജിറ്റ്സിനെ അടർത്തി മാറ്റണം. അപ്പൊ ഓരോ ഡിജിറ്റ്സിനെ അടർത്തി മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ഇൻറ്റിജർ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ 10 കൊണ്ടിട്ട് നമ്മളുടെ ഇൻറ്റിജർ വേരിയബിളിനെ ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വട്ടം നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ആ ലാസ്റ്റ് ഡിജിറ്റ്സിനെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഓരോ ഡിജിറ്റ്സിനെയും നമ്മൾ മാറ്റുന്ന അനുസരിച്ച് നമുക്ക് കൗണ്ടിന്റെ വാല്യൂ നമുക്ക് 1 വെച്ച് കൂട്ടാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വൈൽ ലൂപ്പിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പർ ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. നമ്മളുടെ നമ്പറിൽ ഇപ്പൊ എന്ത് വാല്യൂ ഇരിക്കുന്നു ആ വാല്യൂവിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ തന്നെ നമ്മൾ നമ്പറിലേക്ക് സ്റ്റോർ ചെയ്യുവാണ്. കാരണം നമുക്ക് ഇനി പുതിയ നമ്പർ നമ്മൾ ഇപ്പം ആദ്യം നമ്മളുടെ നമ്പർ ബൈ 10 ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ആ റൈറ്റിലുള്ള ഒരു ഡിജിറ്റിനെ നമ്മൾ അടർത്തി മാറ്റി. ഇനി ബാക്കിയുള്ള നമ്പറാണ് നമ്മളുടെ ഇനി പുതിയ നമ്പർ. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വേണം അടുത്ത ലൂപ്പിൽ ഇനി ആ നമ്പറിലെ അടുത്ത റൈറ്റിൽ കിടക്കുന്ന ഡിജിറ്റിനെ അടർത്തി മാറ്റാൻ. അങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ നമ്പർ ബൈ 10നെ നമ്മൾ നമ്പറിലേക്ക് തന്നെ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളുടെ ഇവിടെ ഫസ്റ്റ് ലൂപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ലൂപ്പിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ എന്താ 529നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മളുടെ 9 അടർന്ന് മാറും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് പുതിയ നമ്പർ എന്ന് പറയുന്നത് 52 ആയി. അപ്പൊ 9 പോയോണ്ട് നമ്മൾ എന്ത് ചെയ്തു, കൗണ്ട് ഒന്ന് കൂട്ടി. ഓക്കെ, നമ്മൾ ഇനിയും എന്ത് ചെയ്യും, ഇനി ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേറെ കമന്റ്സ് ഒന്നുമില്ല. നമ്മളുടെ നമ്പറിനെ നമ്മൾ ചേഞ്ച് ചെയ്തു, കൗണ്ട് ഒന്ന് കൂട്ടി. ഇനി നമ്മൾ അടുത്ത ലൂപ്പിൽ കയറി. അപ്പം നമ്മൾ കണ്ടീഷൻ നോക്കി, ഇവിടെ ഇപ്പൊ എത്രയാണ്, നമ്പർ 52 ആണ്. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. കണ്ടീഷൻ ട്രൂ ആയി. നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്പറിൽ ഇപ്പൊ 52 ആണ്. അപ്പൊ 52നെ നമ്മൾ എന്ത് ചെയ്യും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, 5 കിട്ടും. കാര്യം 2 അടർന്ന് മാറി. അപ്പൊ നമുക്ക് പുതിയ നമ്പർ 5 ആയി. 2 അടർന്ന് മാറിയോണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് ഒന്നും കൂടി കൂട്ടും.
നമ്മൾ കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്നാണ് ഇതിന്റെ അർത്ഥം. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, നമ്മൾ കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് എഴുതിയാലും കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് എഴുതിയാലും എല്ലാം സെയിം എഫക്റ്റ് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് ഒന്ന് കൂട്ടി. ഇപ്പൊ 2 മാറി. അപ്പം ഇപ്പൊ നമ്മളുടെ കേസിൽ നമ്പർ ഇരിക്കുന്നത് എത്രയാണ്? 5 ആണ് ഇരിക്കുന്നത്. നമ്മളിപ്പോ 5 നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിൽ കയറിയിട്ട് നമ്മൾ നമ്പറിനെ 5 എന്ന് പറയുന്ന നമ്പറിനെ എന്ത് ചെയ്യും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അവിടെ 0 കിട്ടും. നമ്മളുടെ 5 അടർന്ന് മാറി, നമുക്ക് നമ്പർ 0 ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കൗണ്ട് ഒന്ന് കൂട്ടാം. നമ്മുടെ 5 മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് 2 ആയിരുന്നു, അപ്പൊ കൗണ്ട് 3 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പിന്നെയും നമ്മൾ ലൂപ്പിൽ കയറാൻ വേണ്ടി വന്നു. ലൂപ്പിൽ കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നമ്മളുടെ നമ്പർ 0 ആണ്. അപ്പൊ 0 നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആയി. കാര്യം ഇവിടെ ഇപ്പൊ നമ്പർ 0 ആണ്. സോ കണ്ടീഷൻ ഫോൾസ് ആയി. നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിന് വെളിയിൽ വരും. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ വെളിയിൽ വരും. വെളിയിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, നമ്മളുടെ കൗണ്ട്, നമ്മളുടെ ഡിജിറ്റിന്റെ കൗണ്ട് എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് സ്ക്രീനിൽ ഇപ്പൊ നമ്മുടെ കൗണ്ടിൽ എത്രയാണോ വാല്യൂ കിടക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, കറക്റ്റ് വർക്കിംഗ് ആണോ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൽ ചെയ്യാൻ വേണ്ടി GCC ഫയൽ നെയിം .c കൊടുക്കുക. ഓക്കെ, അപ്പൊ എററൊന്നുമില്ല. സോ നമുക്ക് റൺ ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ എൻ്റർ ആൻഡ് ഇൻറ്റിജർ നമ്പർ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് സ്ക്രീനിൽ ചോദിച്ചു. അപ്പൊ നമുക്ക് 529 തന്നെ ഒന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരണം, കൗണ്ട് ഈക്വൽ ടു 3 എന്ന് വരണം. അപ്പൊ അത് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, കൗണ്ട് ഈക്വൽ ടു 3 എന്ന് വന്നു. ഇനി നമുക്കിനി വേറൊരു നമ്പർ കൊടുത്തു നോക്കാം. 89 സോറി, ഒന്നും കൂടെ റൺ ചെയ്ത് നമുക്ക് ഒരു വലിയൊരു നമ്പർ കൊടുക്കാം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം, എൻ്റർ അടിച്ച് നോക്കാം. 7 കൗണ്ട് 7 വന്നു. 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ കൗണ്ട് 7 കറക്റ്റ് ആണ്. ഇനി ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിനി ഒരു നെഗറ്റീവ് നമ്പർ കൊടുത്താൽ എത്ര വരും നോക്കാം. അപ്പോഴും അവിടെ എന്താണ്, നമുക്ക് കൗണ്ട് 3 തന്നെ വന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായല്ലോ, ഔട്ട്പുട്ടും നിങ്ങൾ കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പ്രോഗ്രാമിൽ ഏതെങ്കിലും പോർഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിലാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന മാതിരി മനസ്സിലാക്കി തരാം. ഓക്കെ, നിങ്ങൾക്കപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.